ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു ഗ്ലാസ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തരി നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡാണ്, മത്തൻ്റെ കുരുവും കൂടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് റോസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും മാറ്റി മാറ്റി വയ്ക്കുക. ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൗഡർ പോലെ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ മാറ്റിയതിന് ശേഷം ഇതേ ജാറിൽ തന്നെ നമുക്ക് പംകിൻ സീഡും ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി ക്രഷ് ചെയ്തെടുക്കേണ്ട, നല്ല രീതിയിൽ പൊടിഞ്ഞു വേണ്ട. അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പംകിൻ സീഡിനകത്തോട്ട് ഒരു ചെറിയൊരുണ്ട ശർക്കര, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിയുണ്ട്, പിന്നെ ഏലക്കയും ജീരകമുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്, ഏലക്കയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ പൊടിയും കൂടി ഇട്ടിട്ട്, നമ്മൾ നേരത്തെ റൈസ് പൊടിച്ചത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മളെടുത്ത് എല്ലാം കൂടി ഇതേ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഇവിടെ മിച്ചം വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ചൂടിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. മിക്സിയുടെ ആ ചൂട് മാറാതെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ബൗൾസ് ആക്കിയിട്ട് നമുക്കിത് ഇതിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സ്നാക്സ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവരൊക്കെ ഇത് ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ ടാറ്റ ബൈ ബൈ.